എന്റെ പേര് നരേന്ദ്രൻ എന്ന. പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല. തികച്ചും അനാഥൻ. ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ മരിക്കാൻ പോവുക. തെറ്റിദ്ധാരണ വേണ്ട. പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ്. ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ പത്രക്കാരോടൊരു വാക്ക്. ആത്മഹത്യ എന്ന തലക്കെട്ടേ എന്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ. പോലീസുകാരോടൊരു വാക്ക്. എന്റെ മരണത്തിന്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക്. വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറി മുറിച്ച് വൃത്തികേടാക്കരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവം, സ്വന്തം നരേന്ദ്രൻ. സാറേ, സാർ, അടുത്ത വണ്ടി എപ്പോഴാ? ഇനി നേരം വെളുത്തിട്ട് ഇവിടുന്ന് വണ്ടിയുള്ളൂ. അതുവരെ ഈ വഴി വണ്ടിയേ ഇല്ലേ? എന്തിനാ? വണ്ടികളുടെ സെൻസസ് എടുക്കാനാ? ചൂടാവല്ലേ സാറേ, അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഇന്നിവിടെ വണ്ടി നിർത്തില്ല. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും ഓരോ വണ്ടി പോകും. ആ യമാമാർക്ക് സലാം പറഞ്ഞ് ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോകും. തെക്കോട്ട് 2:30-ന്, വടക്കോട്ട് 3:15-ന്. താങ്ക് യു. അപ്പോഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനൊന്നല്ലോ. എങ്ങനെ മനസ്സിലായി? രണ്ട് 2:30-ന് തെക്കോട്ട്. അവൻ തന്നെ ആയിക്കൊള്ളട്ടെ അന്തകൻ. ബോഡി വൃത്തികേടാവരുത്. തല വേറെ, ഉടല് വേറെ. അതാണ് ഭംഗി. എന്നെ വിടാൻ വിടാൻ പറഞ്ഞു. എനിക്ക് മരിക്കണം.
മനുഷ്യനെ മരിക്കാനും സമ്മതിക്കില്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? തനിക്ക് മരിക്കല്ലേ വേണ്ടു. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതിനാകാം. ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനിൽ. നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും? അല്ല പറ. പോലെ പോലെ നിൽക്ക്, പറയട്ടെ. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വണ്ടി വരാറാവുമ്പോൾ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം. പേര് പറഞ്ഞില്ലല്ലോ, എന്റെ പേര് നരേന്ദ്രൻ. അല്ല, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. എന്താ ദേഹത്തൊക്കെ ചോര? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാതി. അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ? ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയും? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? സിമ്പിൾ. എനിക്ക് ജീവിച്ച് മതിയായി. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇവിടെ വരെ എത്തി. ഇപ്പൊ ഞാൻ സന്തുഷ്ടനാണ്. ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഭൂമിക്ക് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല. മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല. എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല. സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ. മനസ്സിലായില്ല? ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും ഇതറിയും. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൂടെ എന്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ് എൻ്റെ അച്ഛൻ. എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തിയും. ഇന്റർവ്യൂ, പരീക്ഷകൾ ഒന്നും ശരിയായില്ല. ആ സമയത്ത് ദേവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഡേവിഡ്. നമസ്കാരം. അയാൾ അച്ഛൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. നീ ഡേവിഡിനെ അറിയില്ലേ? അറിയാം. ജോലിയൊന്നും ആയില്ലല്ലേ? ഇല്ല. ഞാനൊരു ജോലി ശരിപ്പെടുത്തി തന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അയാളെ ഏറ്റു. പക്ഷെ ഒരു കണ്ടീഷൻ. ഒരു ചിട്ടിക്കമ്പനിയിൽ മാനേജർ. ജോലി കിട്ടണമെങ്കിൽ പക്ഷെ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. കുറെ നിക്ഷേപകരെ സംഘടിപ്പിച്ചു കൊടുക്കുകയും വേണം. പലതും പറഞ്ഞ് ഞങ്ങളെ അയാൾ വിശ്വസിപ്പിച്ചു. 1 ലക്ഷം. നിങ്ങൾ ആരും അതോർത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. എന്നാലും മോനെ, നിനക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ കരം ചോദിച്ചാലും അച്ഛാ 1 ലക്ഷം രൂപ ഇക്കാലത്ത് ആരും തരില്ല. തന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? ചേട്ടൻ വിഷമിക്കണ്ട, ഇതുകൊണ്ട് വിട്ടോളൂ. കടം വാങ്ങിയും അനിയത്തിയുടെ ആഭരണങ്ങൾ വിറ്റും പണമുണ്ടാക്കി. പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് RK ചിറ്റ് ഫണ്ടിൽ നിക്ഷേപകരാക്കി. ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാശാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? എന്തായാലും ഒരു ജോലി കിട്ടിയില്ല. സമയമായി. RK നമ്പ്യാർ എന്ന മാനേജിംഗ് ഡയറക്ടർ. ആ വഞ്ചകന്റെ ദല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. വായിച്ചു നോക്കാനൊന്നുമില്ല. ഒപ്പിട. നിക്ഷേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി. പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളമുണ്ടാക്കി. അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി. ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു. കഴിക്കുന്നു. എന്തിന്? ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ MD-യോട് പോയി ചോദിക്കണം മിസ്റ്റർ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. RK നമ്പ്യാർ കോടതിയിൽ IT ഫയൽ ചെയ്തു. ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതായി. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ വന്ന് വിട്ടു. ജോലി നോക്കി പോടാ.
താൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു. അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അല്ല, താനല്ല അയാളെ കൊന്നത്, ഞാനാണ്. എടോ, താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. സ്നേഹമുള്ള അച്ഛനമ്മമാര്, അനിയത്തി, അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥൻ, മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന് ചാവാം. നല്ല പബ്ലിസിറ്റിയും കിട്ടും. ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ. തന്നെയുമല്ല, തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ? പറ, എങ്ങനെയാണ് താൻ അയാളെ കൊന്നത്? വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കണോ? നിങ്ങൾ ഇവിടെ ഒന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ആ ചിട്ടി കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു. അത് സത്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങളും നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തിയത്. മനുഷ്യ, നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത്. അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടിട്ടു. എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന ആഭരണങ്ങൾ വരെ വെച്ചു. മാനക്കേട് വേറെ. ഞങ്ങൾക്കൊന്നും അറിയണ്ട. നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോനാ. എവിടെയവൻ? വിളിക്കാവനെ. അവനോട് ഇല്ല. തൽക്കാലം നിങ്ങളൊന്ന് പോ. എങ്ങോട്ട് പോകാൻ? കമ്പനി പൂട്ടി. മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്നും പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു. നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ? നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. തരാൻ മനസ്സില്ലെങ്കിലോ? ജിനു, അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. ഇവരൊക്കെ എന്ത് ചെയ്യുന്ന കാണല്ലോ. ഇത്രയും കാലം മര്യാദയ്ക്ക് സംസാരിച്ചോണ്ട് അവനൊക്കെ തലയിൽ കയറുന്നത്. പണം മുഴുവൻ തട്ടിയെടുത്ത് MD ക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും. പാപ്പരാണെന്നുള്ള ദയ വേറെയും. ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവർ കിട്ടൂ. പോവാൻ പറച്ച. ഈ വേലയൊന്നും ഞങ്ങളോട് വേണ്ട. അങ്ങനെ പറയരുത്. പോനെ. അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട്. വരട്ടെ. ഞങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. നിങ്ങൾ സമാധാനം വരൂ. ജനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരിയാൻ പോകുമെന്നും വേണ്ട. താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മനസ്സ് നിറയെ കുറ്റബോധമുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇതൊക്കെയല്ലേ? എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എനിക്കൊരു വിഷമവും ഇല്ല, പിന്നെ ഒരു ദുഃഖമുണ്ട്. വധശിക്ഷ ഒത്തു കിട്ടിയില്ല, അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി. സാരമില്ല, ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം. ഒക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ? നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? മനസ്സാക്ഷി, അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ? ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്ന എന്തും വരട്ടെ, അനുഭവിക്കാൻ ഞാൻ ഒരുക്കുക. ജനു, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകയുള്ളൂ. നീ എന്ന് പറഞ്ഞില്ലേ, വയസ്സായ അച്ഛനമ്മമാര്, കല്യാണപ്രായമായ അനിയത്തി, അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ? മുകളിൽ ആകാശം, താഴെ ഭൂമി. അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം. പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ട് ഇവിടെ. പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ. പക്ഷെ മനസ്സ് നീറി ഞാൻ എത്ര നാളിങ്ങനെ ജീവിക്കും? അതുകൊണ്ടാ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും, മനസ്സും ശാന്തമാവും. ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ, മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം. സത്യം പറഞ്ഞാൽ അപ്പൊ മുതൽ നീ എന്റെ അനിയനായി. ധൈര്യമായിരിക്കും.
ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു. അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടായിന്ന്. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത്? ആരോട് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ഊണ് കഴിക്കാതിരിക്കുന്നത്? ആരോടുമില്ല, ദേഷ്യം എന്നോട് തന്നെയാ. ഞാനൊന്നിനും വളരാത്തവനായി പോയില്ലേ. അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആർക്കെവിടെ കല്യാണത്തിന് തിരക്ക്? ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ പറഞ്ഞോളാം എനിക്ക് ആ ബന്ധം ഇഷ്ടായില്ലെന്ന്. ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഇങ്ങനെ പോയ പ്രശ്നങ്ങളൊന്നും തീരും തോന്നില്ല. ഞാൻ ജനിച്ച തെറ്റായി പോയത്. ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി. പിന്നെ ഒരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി വിറ്റു. എല്ലാം നശിപ്പിച്ചു. ഞാനൊരുത്തനില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിലും അന്തസ്സായിട്ട് നടന്നേനെ. ശപിക്കപ്പെട്ടൊരു ജന്മം എൻ്റേത്.